എന്താകും? ഏറ്റവും അഡ്വാൻസ്ഡായ ടെക്നോളജി നമ്മുടെ ഭാവിയിലല്ല, മറിച്ച് നമ്മുടെ എല്ലാം ഭൂതകാലത്തിലാണെന്ന് പറഞ്ഞാൽ ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഇതൊന്നു നോക്കൂ. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം 1000 വർഷം മുൻപാണ് കേട്ടോ ഇത് പണിതത്. AD 1010. 60,000 ടൺ ഗ്രാനൈറ്റ്. അതിന്റെ മുകളിലത്തെ ആ ഒറ്റക്കല്ലുണ്ടല്ലോ, അതിന് മാത്രം 80 ടൺ ഭാരമുണ്ട്. ഇന്നത്തെ ക്രെയിനുകൾക്ക് പോലും ഇത് എളുപ്പമല്ല. അപ്പോൾ അന്ന് 1000 കൊല്ലം മുൻപ് അവരെങ്ങനെ ഇത് സാധിച്ചു? നമ്മൾ പഠിച്ച ആ പുരോഗതിയുടെ കഥയിൽ എവിടെയൊരു പ്രശ്നമില്ലേ? നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചത് ഒരേ ഒരു കഥയാണല്ലേ. മനുഷ്യൻ ഗുഹകളിൽ നിന്നും തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പുരോഗമിച്ച് ഇന്നത്തെ ടെക്നോളജിയിലെത്തി എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റോറി. പക്ഷേ നമുക്ക് കിട്ടിയത് ആ കഥയുടെ ഒരു കഷ്ണം മാത്രമാണെങ്കിലോ, നമ്മൾ കണ്ടത് ഒരു പകുതി ചിത്രം മാത്രമാണെങ്കിലോ, അതിന്റെ മറ്റേ ഭാഗം നമ്മളിൽ നിന്നും മറച്ചുവെച്ച ആ കഥയാണ് നമ്മളിന്ന് തുറന്നു നോക്കാൻ പോകുന്നത്. അപ്പോ എവിടെയാണ് പ്രശ്നം തുടങ്ങിയത്? ദാ ഇവിടെയാണ്. അനിൽ സഹസ്രബുദ്ധയെ പറയുന്ന പോലെ മെക്കോളെ കൊണ്ടുവന്ന ആ വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ടല്ലോ, അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ പൗരാണികമായ അറിവുകളെ പാഠപുസ്തകങ്ങളിൽ നിന്നും പുറത്താക്കി. എന്താ കാരണം പറഞ്ഞത്? അതിന് ശാസ്ത്രീയ അടിക്കറയില്ല, ഒരു വിലയുമില്ല എന്നൊക്കെ. പക്ഷേ ആ വാദം ശരിയായിരുന്നോ? അവര് പറഞ്ഞു ഇതൊക്കെ വെറും പ്രാകൃതമായ ഒറ്റമൂലികളാണെന്ന്. പക്ഷേ സത്യമെന്താ? നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ മഞ്ഞളിന്റെ ഉപയോഗം തെളിയിച്ചതുകൊണ്ടാണ് അമേരിക്ക കൊടുത്ത പേറ്റന്റ് വരെ ഇന്ത്യക്ക് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. അവര് പറഞ്ഞു ഇതൊന്നും സയന്റിഫിക് അല്ലെന്ന്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച വാളുകളുണ്ടാക്കിയിരുന്ന വൂഡ് സ്റ്റീൽ, അത് നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ കണ്ടുപിടുത്തമായിരുന്നു. അവർ പറഞ്ഞു ഇതൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയെന്ന്. പക്ഷേ 5000 വർഷമായിട്ട് ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറി വരുന്ന, ഇന്നും ജീവിക്കുന്ന ഒരു വിജ്ഞാന പാരമ്പര്യമാണിത്. അപ്പോ നമ്മുടെ മുന്നിൽ 2 വലിയ ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്തായിരുന്നു ശരിക്കും ഈ പറയുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായം? 2, അതിലും പ്രധാനപ്പെട്ട ചോദ്യം, ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും സ്വാധീനമുണ്ടായിരുന്ന ഇത്രയും വലിയൊരു സിസ്റ്റം, അതിന്റെ അറിവ്, അതെങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇനി തേടാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കുറച്ച് ഫിലോസഫികളെക്കുറിച്ചോ വിശ്വാസങ്ങളെക്കുറിച്ചോ അല്ല. അല്ല. ഇത് അതിനേക്കാളൊക്കെ എത്രയോ വലുതായിരുന്നു. ഇതൊരു കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു. യാഥാർത്ഥ്യത്തിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ, നമ്മളെ ജീവിതം അതിനനുസരിച്ച് എങ്ങനെ ചിട്ടപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു സമ്പൂർണ്ണ ചട്ടക്കൂട്. ഈ സിസ്റ്റം എത്ര വലുതായിരുന്നുവെന്നറിയോ? ഭാരതീയ വിജ്ഞാന സമ്പ്രദായം, അല്ലെങ്കിൽ IKS, ഒരു വലിയ മരം പോലെയായിരുന്നു. അതിന്റെ വേരുകൾ വേദങ്ങളും ദർശനങ്ങളുമായിരുന്നു. ആ വേരുകളിൽ നിന്ന് ശാസ്ത്രം, കണക്ക്, മെറ്റലർജി, ആർക്കിടെക്ചർ, ഷിപ്പ് ബിൽഡിംഗ്, ആരോഗ്യം, ഭരണം, സൈക്കോളജി, അങ്ങനെ ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടേക്കെല്ലാം പടർന്നു പന്തലിച്ച കൊമ്പുകളും ചില്ലകളുമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. അപ്പോ എന്താണ് ഈ IKS എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ? ഇതൊരു അറിവിന്റെ കളക്ഷൻ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഡെവലപ്പ് ചെയ്ത സയൻസ്, ഫിലോസഫി, ആർട്സ്, സോഷ്യൽ സയൻസ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വളരെ ചിട്ടയായ ഒരു മെത്തേഡുള്ള ഒരു സമീപനമാണ്. ആ വാക്കോർക്കണം, മെത്തേഡുള്ള ഒരു സമീപനം, വെറും തോന്നലുകളല്ല. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്ര പവർഫുൾ ആയിരുന്നുവെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ ആയിരക്കണക്കിന് ശാഖകളിൽ നിന്ന് ഒരൊറ്റ എണ്ണം മാത്രം എടുത്ത് പരിശോധിക്കാം. ഭാഷയുടെ ശാസ്ത്രം, അതായത് ലിംഗ്വിസ്റ്റിക്സ്. ഈ ടൈം ലൈൻ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഏകദേശം 2500 വർഷം മുൻപ് BC 500-ൽ പാണിനി എന്നു പേരുള്ള ഒരു പണ്ഡിതൻ സംസ്കൃതം എന്ന ഒരു മുഴുവൻ ഭാഷയെയും വെറും 4000-ഓളം നിയമങ്ങൾക്കുള്ളിൽ ഒതുക്കി. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല പോലെ. അതിലെ ഓരോ നിയമവും ഒരു കമ്പ്യൂട്ടർ കോഡ് പോലെ അത്ര കൃത്യമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞൻ പോലും അതിനെ ഒരു അൽഗോരിതം എന്ന് വിളിക്കുന്നത്. ഇനി വലതുവശത്തേക്ക് നോക്കൂ. 2400 വർഷം കഴിഞ്ഞ് 1957-ലാണ് ലോകത്തിലെ ആദ്യത്തെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ ഫോർട്രാൻ വരുന്നത്. ആ ഗ്യാപ്പൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ വിഷയത്തിലെ ഒരു എക്സ്പേർട്ടായ സുഭാഷ് കാക്ക് പറയുന്നത് കേൾക്കൂ. പാണിനിയുടെ ഗ്രാമറിലെ ലോജിക്, അത് ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനമായ മാത്തമാറ്റിക്കൽ ലോജിക്കിന് തുല്യമാണ് 2500 വർഷം മുമ്പ്. അപ്പോൾ ഇവർക്കിതൊക്കെ എങ്ങനെ സാധിച്ചു? ഇത് മാജിക് ഒന്നുമായിരുന്നില്ല. വളരെ കൃത്യമായൊരു സയന്റിഫിക് മെത്തേഡായിരുന്നു. സ്റ്റെപ്പ് 1, ഒബ്സർവേഷൻ. പ്രപഞ്ചത്തെയും അതിലുള്ള എല്ലാത്തിനെയും അവർ വളരെ ആഴത്തിൽ നിരീക്ഷിച്ചു. സ്റ്റെപ്പ് 2, ആ നിരീക്ഷണങ്ങളിൽ നിന്ന് ഒരിക്കലും മാറാത്ത അടിസ്ഥാന തത്വങ്ങൾ, അതായത് ആക്സിയംസ്, അവരുണ്ടാക്കിയെടുത്തു. സ്റ്റെപ്പ് 3, ആ തത്വങ്ങളും ലോജിക്കും ഉപയോഗിച്ച് കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വലിയ സത്യങ്ങളിലേക്ക് അവരെത്തിച്ചേർന്നു. അണുമുതൽ പ്രപഞ്ചം വരെ. ഈ രീതിയുടെ റിസൾട്ട് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നോ?
ഇന്ന് നമ്മൾ ആറ്റം തിയറി പഠിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കണാദൻ അണുവിനെക്കുറിച്ച് പറഞ്ഞു. കോപ്പർനിക്കസ് പറയുന്നതിനും 1000 വർഷം മുൻപ് ആര്യഭടൻ പറഞ്ഞു ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നതെന്നും അത് സ്വയം കറങ്ങുന്നുണ്ടെന്നും. അതിലും അപ്പുറം ന്യൂട്ടണും ലീബ്നിസിനും ഏകദേശം 300 വർഷം മുൻപ് നമ്മുടെ കേരളത്തിൽ സംഗമഗ്രാമ മാധവനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും കാൽക്കുലസിന്റെ അടിസ്ഥാന ആശയങ്ങൾ വരെ കണ്ടുപിടിച്ചിരുന്നു. അവ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിതിനെങ്ങനെ കാണാത്തത്? കാരണം വളരെ സിമ്പിളാണ്. നമ്മളെ പഠിപ്പിച്ചത് അറിവിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു കാണാനാണ്. ഈ വ്യത്യാസം നോക്കൂ. ഇന്നത്തെ ലോകത്ത് കണക്കും മ്യൂസിക്കും തമ്മിൽ എന്ത് ബന്ധം? ഫിസിക്സും ആരോഗ്യവും തമ്മിൽ എന്ത് ബന്ധം? ഒന്നുമില്ല, അല്ലേ? രണ്ടും രണ്ട് സബ്ജക്റ്റുകളാണ്. പക്ഷെ IQSൽ അങ്ങനെയല്ല. അവിടെ ഇവയെല്ലാം ഒരേ യാഥാർത്ഥ്യത്തിന്റെ പല മുഖങ്ങളാണ്. കണക്കിന് സംഗീതവുമായി ബന്ധമുണ്ട്, ഫിസിക്സിന് ആരോഗ്യവുമായി ബന്ധമുണ്ട്, വൈദ്യശാസ്ത്രത്തിന് വാസ്തുവിദ്യയുമായി ബന്ധമുണ്ട്. എല്ലാം പരസ്പരം കണക്റ്റഡാണ്. എന്താ കാരണമെന്നറിയോ? കാരണം ഭാരതീയ വിജ്ഞാന സമ്പ്രദായത്തിൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് വെറുതെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഒരു ടൂളല്ല. അത് പ്രപഞ്ചത്തിന്റെ ഭാഷയാണ്. സംഗീതത്തിലെ ഓരോ താളത്തിലും ഒരു കണക്കുണ്ട്. അമ്പലങ്ങൾ പണിയുന്നതിലെ അനുപാതങ്ങളിൽ കണക്കുണ്ട്. ആകാശത്ത് ഗ്രഹങ്ങൾ കറങ്ങുന്നതിലും അതേ കണക്കുണ്ട്. എല്ലാം ഒരേ പ്രിൻസിപ്പിളിന്റെ പല രൂപങ്ങളാണെന്ന് അവർക്കറിയാമായിരുന്നു. ഈ ചിത്രം ആ ആശയം വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ IQSന്റെ പ്രധാന ഭാഗങ്ങൾ 4 വെവ്വേറെ പുസ്തകങ്ങളായിട്ടല്ല വച്ചിരിക്കുന്നത്, മറിച്ച് ഒരൊറ്റ കെട്ടിടത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളായിട്ടാണ്. അതിലൊന്നും മാറ്റിയാൽ ആ കെട്ടിടം തന്നെ വീഴും. എല്ലാം ചേരുമ്പോഴാണ് ആ അറിവ് പൂർണ്ണമാകുന്നത്. ഇവിടെയാണ് നമുക്ക് ആ വലിയ തിരിച്ചറിവ് കിട്ടുന്നത്. ഈ വിജ്ഞാന സമ്പ്രദായത്തിന്റെ പ്രധാന ലക്ഷ്യം കുറേ കാര്യങ്ങൾ പഠിച്ച് തലയിൽ വയ്ക്കുക എന്നതായിരുന്നില്ല. അതല്ല. മറിച്ച് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ആശയങ്ങളും, എല്ലാ സംഭവങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. കാണാൻ പറ്റാത്ത നൂലുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ബന്ധങ്ങളെ മനസ്സിലാക്കുക, അതായിരുന്നു യഥാർത്ഥ ജ്ഞാനം. അതുകൊണ്ടുതന്നെ ഈ അറിവിനെ പുരാതനം എന്ന് വിളിക്കുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് പഴയതല്ല, ഇത് കാലാതീതമാണ്, ടൈംലെസ് ആണ്. കാരണം ഇത് സംസാരിക്കുന്നത് അടിസ്ഥാനപരമായ പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ചാണ്. അത് ഇന്നലെയും ശരിയായിരുന്നു, ഇന്നും ശരിയാണ്, നാളെയും ശരിയായിരിക്കും. 5000 വർഷത്തിൽ കൂടുതലായി എത്രയോ ആക്രമണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറി ഇന്നും ജീവനോടെ ഇരിക്കുന്ന ഒരു അറിവിന്റെ പ്രവാഹമാണിത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് വെറുതെ പിന്നോട്ട് നോക്കലല്ല, അത് ചരിത്രം പഠിക്കൽ മാത്രമല്ല, അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ അല്ലെങ്കിൽ ബോധപൂർവം മറച്ചുവെച്ച നമ്മളെയും ഈ ലോകത്തെയും ശരിക്കും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വളരെ ശക്തമായൊരു ടൂൾ വീണ്ടെടുക്കുന്നത് പോലെയാണ്. ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു തലമുറ തങ്ങളോട് അങ്ങനെയൊന്നുണ്ടായിരുന്നില്ല എന്ന് പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യത്തിന്റെ ബ്ലൂ പ്രിന്റ്, ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് വീണ്ടും കണ്ടെത്തുകയാണെന്ന് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിയെഴുതാൻ ആ തിരിച്ചറിവിന് കഴിയുമോ?